ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗുരു എന്തുകൊണ്ടാണ് നമ്മൾക്ക് വലിയ മായയാകുന്ന ആ ഒരു വൻ പക, അതിങ്ങനെ ഭ്രമം നമ്മിലുണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് 88-ാമത്തെ ശ്ലോകത്തിൽ ഗുരു സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ അകമുഖമായി അറിയാതെ ഇരിക്കുമ്പോൾ അത് വൻ ദുരന്തമാണ് വ്യക്തി ജീവിതത്തിലും, അതുപോലെ തന്നെ ഈ മനുഷ്യ ജന്മത്തെ നമ്മൾ ചിന്തിക്കുമ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറിവിനെ, ശരിയായ രീതിയിലുള്ള ആത്മാവിനെക്കുറിച്ചുള്ള, അവനവനെക്കുറിച്ചുള്ള അവബോധം വളരെ വ്യക്തമായിരിക്കണം. ഗുരു 89-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. അറിവിലിരുന്ന് സദസ്തി എന്ന സംഖ്യം പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാൽ അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ല എന്ന് അറിയണം, ഈ അറിവൈക രൂപ്യമേകും. അപ്പോൾ അറിവിലിരുന്ന് ആണ് ഈ സ്വയമായിട്ട് അസ്ഥി നാസ്തി, ഉണ്ട് എന്നും ഇല്ല എന്നും ഒക്കെയുള്ള അനുഭവങ്ങൾ അതിങ്ങനെ അസംഖ്യം, എണ്ണമില്ലാതെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഈ ഭുവനം ഇപ്രകാരം നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ അറിവിനെ വിട്ട് ഒരു വസ്തു അന്യമില്ല എന്നറിയണം. അപ്പോൾ ഇവിടെ എപ്പോഴും ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആചാര്യന്മാരെല്ലാവരും ഓർമ്മപ്പെടുത്തുന്നത് പരമമായിട്ടുള്ള അറിവിൽ നിന്ന് തന്നെയാണ്. അതായത് പരമ്പൊരുളിൽ നിന്ന് തന്നെയാണ് ഈ ലോകം, ഈ ഭുവനം ഇവിടെ കാണുന്നത്, ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ചൈതന്യം തന്നെയാണ്. അതിനെയാണ് ദൈവം, ഈശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. പക്ഷെ ഇത്രയും ഉദാത്തമായിട്ടുള്ള ഒരു അറിവ് ഇവിടെ നിലനിൽക്കുമ്പോഴും ഭൂരിഭാഗം ആളുകളും, അതായത് 99% ആളുകൾ ഈ അസത്യമായിട്ടുള്ള മായയിൽ ആണ് ഭ്രമിച്ചു പോകുന്നത്. അതിലാണ് എല്ലാവരുടെയും ചിന്ത, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ പോകുന്നത്. തെറ്റായ കാര്യങ്ങളിലേക്കുള്ള വാസന അതിശക്തമായിട്ട് നിലനിൽക്കുകയാണ്. നമ്മളുടെ ചുറ്റുപാട് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ എത്രയോ ഭീകരമായിട്ടുള്ള യുദ്ധങ്ങൾ, ഇപ്പം നമ്മൾ ഇവിടെ ഭാരതത്തിലാണെങ്കിലും വെളിയിലുള്ള രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും ഒക്കെ ഇവിടെ അതിശക്തമായ രീതിയിൽ ഈ മായയിൽ പെട്ടുകിടക്കുന്ന ആളുകൾ അവരുടെ സ്വാർത്ഥത കൊണ്ട് രാക്ഷസി ഭാവമാണ്, പൈശാചികമായിട്ടുള്ള ഭാവമാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരും ദൈവത്തിൻ്റെ പേര് പറഞ്ഞാണ് യുദ്ധങ്ങൾ നടത്തുന്നത്. ചില ആളുകൾ, ചില രാജ്യങ്ങൾ രാഷ്ട്രത്തിൻ്റെ പേര് പറഞ്ഞ് അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള യുദ്ധം നടക്കുന്നു. ഭൂരിഭാഗവും മതത്തിൻ്റെ പേരിൽ, അതായത് ദൈവത്തിൻ്റെ പേരിൽ യുദ്ധം നടത്തുകയാണ്. നിരപരാധികളായിട്ടുള്ള എത്രയോ ആളുകളാണ് മരിച്ചു പോകുന്നത്. പ്രകൃതിക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ, അതുമൂലം മറ്റുള്ള ആളുകൾ അനുഭവിക്കേണ്ടുന്ന പക്ഷിമൃഗാദികൾ ഉൾപ്പെടെ ജീവജാലങ്ങളൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. അപ്പോൾ അറിവിൻ്റെ ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ള തലം ഉള്ളപ്പോഴും ആ രീതിയിൽ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എവിടെയോ കിടക്കുന്നു എന്നുള്ളതാണ്. അതിനെ മഹർഷി മായ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഭ്രമം എന്ന് പറയുന്നു. പക്ഷേ ഇത്രമാത്രം പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ അത് ചെറിയ പ്രായത്തിൽ തന്നെ, ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ തന്നെ ആ കുഞ്ഞുങ്ങളിലേക്ക് ഭേദബുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ എത്രയോ വർഷങ്ങളായി ഇവിടെ യുദ്ധങ്ങൾ നടക്കുകയാണ്. ഭാരതത്തിൽ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യ ഉള്ളപ്പോൾ തന്നെയാണ് ജാതിയുടെ പേരിൽ ഇത്രമാത്രം മോശമായ പ്രകൃതം അന്നും ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ മായ എന്നും മനുഷ്യബുദ്ധിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം. ഗുരുദേവൻ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വളരെ ലളിതമായിട്ട് ഈ അറിവിനെ ഓരോരുത്തരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഗുരുവിൻ്റെ അനുയായികളും അല്ലെങ്കിൽ ഇന്ന് നമ്മളുടെ കേരള സമൂഹവുമൊക്കെ ഗുരുവിൻ്റെ ഈ വാക്കുകളെയും ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുരന്തമാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റ് അത് മനസ്സിലാക്കുക, അവിടെ നിന്ന് നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അറിവിനെ വിട്ട് അല്ലെങ്കിൽ പരമ്പൊരുളിനെ വിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ള ആ തലത്തിലേക്ക് നമുക്ക് ഐകരൂപ്യം ഉണ്ടാക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ഈ ഇങ്ങനെയുള്ള ഗഹനമായിട്ടുള്ള കൃതികളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അർത്ഥപൂർണമാകുന്നത്. തീർച്ചയായിട്ടും ഈ വൈകിയ വേളയിലെങ്കിലും നമുക്കതിനു വേണ്ടി ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.